അപ്പോൾ ഇന്നത്തെ നോമ്പ് സ്പെഷ്യൽ മഷാല രണ്ടാമത്തെ നോമ്പ്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളവും കാരക്ക അല്ലെങ്കിൽ ഡേറ്റ്സ് വെച്ച് നോമ്പ് തുറക്കുക. നാരങ്ങ വെള്ളം ആരും കുടിക്കാതിരിക്കുക, ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അസിഡിറ്റി പുളിച്ച് തികട്ടുകളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വിത്തൗട്ട് തണ്ണിമത്തൻ ജ്യൂസാണ്. അതുപോലെ തന്നെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലൂബെറി. അത് ഭയങ്കര റേറ്റ് ആയിരുന്നു. അങ്ങനെ 1-2 ബ്ലൂബെറിയും റോബസ്റ്റായി നട്ട്സും കൂടി ഇട്ട് ഒരു സ്മൂത്തി കണക്കടിച്ച് വെച്ചതാണ് അവന് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി എണ്ണയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എയർ ഫ്രയറിൽ കട്ട്ലേറ്റ്, കുറച്ച് സാലഡ്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സിന് മാങ്ങായും ഒരു കഷ്ണം തണ്ണിമത്തനും, അതുതന്നെ നമ്മുടെ പള്ളിക്കഞ്ഞി. ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ എന്താ പറയുക ക്ഷീണത്തിനും നല്ല വ്യത്യാസം, അതുപോലെ ഒരു മെഡിസിനൽ പർപ്പസാണ്. പിന്നെ കഴിക്കാനായിട്ട് നൈസ് പത്തിരിയും കറി, ചിക്കൻ കറിയും. അപ്പോൾ സ്മൂത്തിയൊക്കെ അങ്ങനെ ഒരു ടൈപ്പിൽ എടുക്കുന്നവർ അതെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 പത്തിരിയും കുറച്ച് ചിക്കൻ കറിയൊക്കെ ആയിട്ട് എടുക്കുക. ഫ്രൈ ഒന്നും എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ നാത്തൂൻസ് ഡയറ്റ് ബാച്ചിലെ ഇന്നലത്തെ നോമ്പ് തുറ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായ കാര്യം. പുളിച്ചു തട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇത്തവണത്തെ നോമ്പ് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അതിനെന്തായാലും ആ ഒരു കൂടെ നിൽക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വഹിക്കുന്നു. എന്തായാലും നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ.